ശബരിമലയിലെ പുതിയ ദർശന ക്രമീകരണം ഒരു ട്രയലാണ്. അപ്പോൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയാണ് ബോർഡിന് മുന്നോട്ട് പോകേണ്ടത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ നമുക്കിപ്പം ചേർന്നു. സാർ, എങ്ങനെയാണ് ആളുകൾക്ക് ബോർഡിൻ്റെ ഒരു തീരുമാനത്തോട് ഒരാൾ പോലും എതിർപ്പ് പറയാത്തൊരു തീരുമാനമാണ്. അപ്പോൾ പക്ഷേ നമുക്കിപ്പോൾ ഇന്ന് തിരക്ക് കൂടിയപ്പോൾ ഒരുപാട് ന്യൂനതകൾ മനസ്സിലായി. എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഇവിടുത്തെ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം, ദർശനത്തിനെത്തുന്ന അയ്യപ്പഭക്തന്മാർ ഒരു പൂർണ്ണ സംതൃപ്തിയോടെ പോകണമെന്നുള്ളതാണ് ബോർഡിൻ്റെ ഒരാഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പലപ്പോഴും നമുക്ക് സീസൺ കാലത്തും തിരക്ക് കൂടിയപ്പോഴൊക്കെ സാധിക്കാത്ത ചില ആളുകൾക്ക് കൃത്യമായിട്ട് ദർശനം കിട്ടുന്നില്ല. അത് വളരെ ചെറിയ സമയത്ത് മാത്രമാണ് ശ്രീകോവിലിന് മുമ്പിലേക്ക് കടന്നു പോകാൻ പറ്റുന്നത്. അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു വലിയ ആലോചനയുടെ ഭാഗമാണ് ഈ പുതിയ ദർശന സംവിധാനം. അതിലെ പോയവരെല്ലാം ഹാപ്പിയാണ്. എല്ലാവരും പൂർണ്ണ സംതൃപ്തരാണ്. അവർക്ക് ഇതിലൂടെ തന്നെ പോകണമെന്നാണ് ആഗ്രഹവും. അപ്പം അതുകൊണ്ട് ഈ തീരുമാനം തെറ്റാണെന്ന് ഒരിക്കലും നമുക്ക് പറയാം. തീരുമാനം ശരി തന്നെയാണ്. പക്ഷേ അതിന് ഉൾക്കൊള്ളാവുന്നതിലധികം അയ്യപ്പന്മാർ കടന്നു വരുമ്പോൾ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഇതാണ് ഇപ്പോഴും ബോർഡിൻ്റെ മുന്നിലുള്ള ഒരു പ്രശ്നം. ഇപ്പോൾ ഒരു മാസപൂജയാണ്, അവിടെ വരുന്ന ആളുകളുടെ എണ്ണം നമുക്കറിയാം. ഇനി വരുന്ന വിഷുവാണ്. വിഷു ദിവസമാണ് നമുക്ക് ശരിയായ ഒരു ടെസ്റ്റിംഗ് നടക്കുന്ന വിഷു ദിവസമാണ്. അത് വിഷു ദിവസത്തെ തിരക്കെന്ന് പറയുന്നത് ഏതാണ്ട് സീസണ് സമാനമായ ഒരു തിരക്കാണ്. ഇന്നിപ്പോൾ ദർശനം കാണുമ്പോൾ ഒരു കാര്യത്തിന് ഉത്തരവാണ് അല്ലേ? അതായത് ഫ്ലൈ ഓവർ നമുക്ക് മാറ്റി നിർത്താനാകില്ല. അതായത് ഹോൾഡ് ചെയ്യാൻ നമുക്ക് ഒരു സ്പേസ് വേണം. അത് ഫ്ലൈ ഓവർ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം എന്തായാലും നമ്മളുടെ സോപാനത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളിൻ്റെ എണ്ണമുണ്ട്. സോപാനത്ത് ഉൾക്കൊള്ളാൻ പറ്റും. അതിൽ കൂടുതൽ ആളുകളാണ് പടിയിലൂടെ നിരന്തരം കയറിക്കൊണ്ടിരിക്കുന്നത്. ആ ആളുകളെ ഹോൾഡ് ചെയ്യാനൊരു സ്ഥലം വേണം. സുഗമമായി മുന്നോട്ട് പോകാൻ തക്കമുള്ള ഒരു ദർശന സംവിധാനം കൂടി നമ്മൾ ക്രമീകരിക്കും. അതെങ്ങനെയാണെന്നുള്ള കാര്യം തുടർ ദിവസങ്ങളിൽ കൂടുതൽ കുറേ പേർക്കെങ്കിലും സുഖദർശനമാണ്. അപ്പോൾ ഈ സംവിധാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഇല്ല, സംവിധാനത്തിന് പിന്നോട്ടില്ലെന്ന് തന്നെയാണ് ബോർഡിൻ്റെ തീരുമാനം. കാരണം ഒരാൾ പോലും അതിന് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരുപാട് അയ്യപ്പഭക്തന്മാരെ നേരിട്ട് ചോദിച്ചാണ്. അവരിൽ നിന്ന് ആരിൽ നിന്നും അങ്ങനെ ഒരു നോ എന്നൊരു മറുപടി ആരും കേട്ടില്ലെന്ന് എനിക്ക് കിട്ടി. നേരിട്ടുള്ള ഒരുപാട് പേര് വന്ന് അഭിനന്ദിച്ചു. ഒരു വലിയ തീരുമാനം പെട്ടെന്ന് അങ്ങനെ നല്ലതാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതാണ്, നെഗറ്റീവുകളില്ല. നമ്മളോട് സംസാരിച്ച അയ്യപ്പഭക്തർ പലരും പറഞ്ഞത്, ഞങ്ങളിന്ന് കൂടുതൽ സമയം തൊഴാൻ പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷേ ഞങ്ങൾക്ക് തൊഴാൻ സാധിച്ചില്ല. അതായത് ബോർഡ് നടപ്പാക്കിയ ഈ പുതിയ ദർശനക്രമത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്നോട്ടില്ല. എങ്ങനെ വരുന്ന മുഴുവൻ പേർക്കും 20 സെക്കൻഡ് വരെ ദർശനം സാധ്യമാക്കും, അതിനുള്ള ആലോചനകൾ തന്നെയാകും ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുക. ക്യാമറ സജീവ് കുമാറിനൊപ്പം സന്നിധാനത്ത് നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.